സ്കൂള് തുറക്കുന്നതിന് മുന്നേ നിങ്ങളെ മുടി നല്ല ഇടതൂർന്ന് ഞെരുക്കത്തിൽ വളരാൻ വേണ്ടി ഞാനൊരു അടിപൊളി പാക്ക് പറഞ്ഞു തരട്ടെ. ഈ പാക്ക് ഞാനിത് ആദ്യമായിട്ടല്ല ഇട്ട് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ വേറൊരു വെറൈറ്റി പാക്ക് ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നല്ല റിസൾട്ട് കിട്ടി, ഒരുപാട് ബേബി ഹെയർസ് വന്നൊരു അടിപൊളി പാക്കാണ്. മുടി ഞെരുക്കം വെക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറുകയും ചെയ്യും. അതിനുള്ളൊരു സൂപ്പർ ഇൻഗ്രീഡിയൻറ്റ് കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ അടുക്കളയിലുള്ള സാധനം തന്നെ, ഒന്നും നിങ്ങൾക്ക് കിട്ടാത്തതായിട്ട് സാധനമേ ഇല്ല. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ ഓടി ഓടി വായോ. ഇനിയുള്ള ഈ ഒരു 3 ആഴ്ചയിൽ നിങ്ങൾ ഈ പാക്ക് കൃത്യമായിട്ട് ഇടുവാണെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ പാക്ക് എന്തായാലും കാണിച്ചു തരാം. നമ്മുടെ ഈ പാക്കിൻ്റെ അകത്തുള്ള എല്ലാ സാധനവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇതാണ് മെയിൻ എന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഉലുവയാണ്. ഞാൻ 2 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ കരിഞ്ജീരകമാണ് വേണ്ടത്. 2 സ്പൂൺ ഉലുവയാണെങ്കിൽ 3 സ്പൂൺ കരിഞ്ജീരകം വേണം. സ്പൂൺ എന്ന് പറയുന്നത് ടീസ്പൂണാണ്. ഈ പാക്കിന് ഇൻഗ്രീഡിയൻസ് എല്ലാം അത്യാവശ്യം കുറച്ച് കൂടുതൽ വേണം. നല്ലൊരു അളവിന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങയിലയാണ് വേണ്ടത്. അത് 1.5 പിടി, ഒരു കൈപ്പിടിയിൽ 1.5 കൈപ്പിടി അളവിന് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഒരു ഇൻഗ്രീഡിയൻസിലും പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഇൻഗ്രീഡിയൻറ്റും നല്ലൊരളവിൽ തന്നെ വേണം. ഇതെല്ലാം കൂടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഉലുവയും കരിഞ്ജീരകവും കൂടെ ഞാൻ കഞ്ഞിവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ ഇട്ട് വെച്ചത്, വൈകിട്ടാകുമ്പോൾ കുതിർന്ന് വരും. അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഫിൽറ്റർ ചെയ്ത് തന്നെ ഉപയോഗിക്കണം. ഫിൽറ്റർ ചെയ്തെന്ന് വെച്ചാൽ അരിച്ചെടുത്ത് തന്നെ ഉപയോഗിക്കണം കേട്ടോ. പ്രത്യേകിച്ച് മുടി കൊഴിച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ അരിച്ചിട്ട് മാത്രമേ ഹെയർ പാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് ഒരുപാട് മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അരിക്കാതെ ഉപയോഗിച്ചാൽ കുളിക്കുമ്പോൾ മുടി കൊഴിഞ്ഞു പോകും. എനിക്ക് അരിച്ചിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല. അരിക്കാതെ തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് മുടി കൊഴിച്ചില്ലാതെ കുളിക്കാൻ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അരിക്കാതെ കുളിക്കുന്നത്. ഇതിപ്പോൾ അരിച്ചിട്ടില്ല. നിങ്ങൾ പക്ഷെ നന്നായിട്ട് അരിച്ചിട്ട് ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചിട്ട് മാത്രമേ തലയിൽ തേക്കാൻ പാടുള്ളേ. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ കൃത്യമായിട്ട് മുടി ഞെരുക്കത്തിന് വളരാൻ വേണ്ടി കൃത്യമായിട്ട് ഒരു ഹെയർ പാക്ക് ഇടേണ്ട രീതിയാണ് കാണിച്ചു തരുന്നത്. സാധാരണ എല്ലാവരും ഹെയർ പാക്ക് ഇടുന്ന വേറൊരു രീതിക്കാണ് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു രീതിക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനത്തെ രീതിയിൽ ഇട്ടിയാലും തലയൊട്ടിയിൽ നമ്മൾ ഹെയർ പാക്ക് ആവണം. പലരും പല വീഡിയോസിലും ഹെയർ പാക്ക് ഇടുന്നത് ഇതുപോലെ മുടിയിൽ മാത്രം ആക്കിക്കൊണ്ടിടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. പക്ഷെ മുടിയിൽ മുടി വളരുന്നത്, തലയോട്ടിയിൽ നിന്നല്ലേ മുടി വളരുന്നത്. അപ്പോൾ തലയോട്ടിയിലാവാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഓരോ സെക്ഷൻസ് ആയിട്ട് എടുത്തു വയ്ക്കും. ആദ്യം മെയിനായിട്ട് 2 സെക്ഷനായിട്ട് മുടിനെ വകഞ്ഞ് തിരിക്കും. എന്നിട്ട് ഒരു സൈഡ് അങ്ങ് കെട്ടി വയ്ക്കും. എന്നിട്ട് മറ്റേ സൈഡിൽ ഇതുപോലെ ഓരോരോ കുഞ്ഞ് സെക്ഷൻ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഫ്രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഒട്ടും ഫാസ്റ്റ് ആക്കാതെ സ്ലോ മോഷനിൽ വീഡിയോ കാണിച്ചു തരാം. ഇതുപോലെ ഒരു കുഞ്ഞ് സെക്ഷൻ എടുത്തിട്ട് ആദ്യം എൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. അവിടെ തലയോട്ടിയിൽ എല്ലായിടത്തും ആയതിന് ശേഷം മുടി ജസ്റ്റ് ഒന്ന് പിറകോട്ടിട്ടിട്ട് അതേ സെക്ഷൻ തന്നെ ഫ്രണ്ട് സൈഡിൽ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചത് അതാ, ഈ മുടി ഞാനിപ്പോൾ ഒന്ന് ഫ്രണ്ടിലോട്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ സെക്ഷൻ തന്നെ ഫ്രണ്ട് സൈഡിൽ ഞാനൊന്ന് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ്റെ തലയോട്ടി ഭാഗത്ത് 2 സൈഡിൽ നമുക്ക് ഹെയർ പാക്ക് കിട്ടിയല്ലോ. ഇതുപോലെ ഓരോ കുഞ്ഞ് സെക്ഷനിലും ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയോട്ടിയിൽ ആകപ്പാടെ നമുക്ക് ഹെയർ പാക്ക് അത്രയും അപ്ലൈ ആയി കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഞാൻ ഹെയർ പാക്ക് വളരെ കുഞ്ഞളവിനൊന്നും അല്ല പുരട്ടുന്നത്. വളരെ എമൗണ്ട് കൂട്ടി തന്നെയാണ്, നല്ലൊരളവിന് തന്നെയാണ് ഞാൻ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ഇൻഗ്രീഡിയൻറ്റും കുറച്ച് കൂടുതൽ വേണം. ഇങ്ങനെ ചെയ്യുന്ന കാരണം നമുക്ക് പെട്ടെന്ന് ഞെരുക്കം വയ്ക്കാൻ സഹായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് ബേബി ഹെയർസ് വരും. ഇതുപോലെ ഇടേണ്ട രീതിക്ക് ഇട്ടാലാണ് നമുക്ക് കറക്റ്റായിട്ട് ബേബി ഹെയർസ് വരുന്നത് കേട്ടോ. അല്ലാണ്ട് ചുമ്മാ മുടിയുടെ മണ്ടയിൽ വാരി ഇട്ടാൽ നമുക്ക് തലയോട്ടിയിൽ ആ പാക്ക് എത്തത്തില്ല. പ്രത്യേകിച്ച് ഇതൊരു നാച്ചുറൽ ഹെയർ പാക്കാണ്. നാച്ചുറൽ ഹെയർ പാക്ക് എഫക്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഈ സെറം ഒക്കെ കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ റോസ്മേരി വാട്ടറൊക്കെ വാങ്ങിച്ച് സ്പ്രേ ചെയ്യുന്ന പോലെയല്ല. ഒരു നാച്ചുറൽ പാക്ക് എഫക്റ്റ് ആവാൻ അതിൻ്റേതായ സമയം എടുക്കും. അപ്പോൾ അങ്ങനെ സമയം എടുത്തെങ്കിലും എഫക്റ്റ് ആവണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിക്ക് ഇടണം. നമ്മൾ മുടിയുടെ മണ്ടയിൽ മാത്രം ഇട്ട് കൊടുത്താൽ എങ്ങനെ നമ്മുടെ തലയോട്ടിയിലെത്തും? നമ്മുടെ തലയോട്ടിയിൽ ഇടുന്ന സാധനങ്ങളെല്ലാം തലയോട്ടിയിൽ ആ സത്ത് ആ സെല്ല് വഴി ഇറങ്ങി നമ്മളെ മുടിയിൽ പിടിക്കുന്നതാണ് ഇതിൻ്റെ ടെക്നിക്ക്. പക്ഷേ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇട്ടില്ലെങ്കിൽ ആ ടെക്നിക്ക് ഫലിക്കില്ലല്ലോ. നിങ്ങൾ തന്നെ ഹെയർ പാക്കിൻ്റെ കാര്യങ്ങൾ ബേസിക്കൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഹെയർ പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വീഡിയോയിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉടനെ ചെന്ന് ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഒരു സൈഡിൽ എല്ലാം തേച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മുടി ഫുൾ പിരുത്തിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സൈഡിലെ മുടി ഫുൾ മസാജ് ചെയ്തിട്ട് ആ ഒരു സൈഡിൽ തന്നെ ഉടക്കം ഉറത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരളവിന് മാസ്ക് എടുത്തിട്ട് മുടിയുടെ തുമ്പിലോട്ടും കൂടെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുടിയുടെ പോറോസിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ മുടിയുടെ തുമ്പിലോട്ട് പുരട്ടി കൊടുത്തത്. ഉലുവയൊക്കെ മുടി സോഫ്റ്റൻ ചെയ്യാൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും.
അതും എൻ്റെ മുടിയുടെ പോറോസിറ്റി അനുസരിച്ചിട്ടാണ് ഞാനത് പറയുന്നത്. എനിക്ക് ലോ പോറോസിറ്റിയാണ് മുടിയുടെ തുമ്പിലോട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ആണ് ഞാൻ താഴോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഹൈ പോറോസിറ്റി ആണെങ്കിൽ താഴോട്ട് അപ്ലൈ ചെയ്യുന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. ഇനി മുടിയുടെ പോറോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എടുത്തൊന്ന് നോക്കിയാൽ മതിയായിരിക്കും. ഇപ്പം ഒരു സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം മറ്റേ സൈഡിലും കൂടെ ഞാൻ ഹെയർ പാക്ക് അത്രയും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുടിയുടെ തുമ്പിലോട്ട് ബാക്കി വന്ന കുറച്ച് ഹെയർ പാക്ക് എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മുടി അപ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എൻ്റെ മുടിക്ക് അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ മുടിയുടെ പോറോസിറ്റി അനുസരിച്ച് അത് ചെക്ക് ചെയ്യുക. പിന്നെ മുടിയുടെ പോറോസിറ്റി അനുസരിച്ചാണോ ഹെയർ പാക്ക് ഇടേണ്ടതെന്ന് പറയുന്നത് അല്ല. നമ്മൾ ഹെയർ പാക്ക് സ്കാൽപ്പിൽ തലയോട്ടിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മുടിയുടെ പോറോസിറ്റി അത്രയായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം മുടി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് ഇടുന്നത്. മുടിയുടെ ലെങ്തിലോട്ട് നിങ്ങൾ എന്തെങ്കിലും തേക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഹെയർ പോറോസിറ്റിയുടെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ കണ്ടീഷണർ, സെറം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മുടിയുടെ തുമ്പിലോട്ടല്ലേ തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് മാത്രം നിങ്ങളുടെ മുടിയുടെ ഹെയർ പോറോസിറ്റി ശരിയാവുമോ എന്ന് നോക്കിയാൽ മതി. അല്ലാതെ നാച്ചുറൽ ഹെയർ പാക്കാണ് തലയോട്ടിയിലാണ് തേക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾ ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മുടി ഇങ്ങനെ കമഴ്ത്തി ഇട്ടിട്ട് ബാക്കിൽ നിന്ന് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ. പലരും അങ്ങനെ പല വീഡിയോയിലും ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ മുടി കൊഴിച്ചിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കത് ഇരട്ടി മുടി കൊഴിച്ചിലാവും. കാരണം അങ്ങനെ കമഴ്ത്തിയിട്ട് നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഉടക്ക് വരാനും കുളിക്കുന്ന സമയത്ത് ആ ഉടക്കിൽ ഹെയർ പാക്ക് ഉടക്കിയിട്ട് കൂടുതൽ മുടി കൊഴിയാനും ഒക്കെ ഉള്ള പ്രശ്നമുണ്ട്. നിങ്ങൾ ഉടക്കാക്കാതെ അങ്ങനെ പുരട്ടുമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ബാക്കി വരുന്ന ഹെയർ പാക്ക് ഞാൻ ഇതുപോലെ നന്നായിട്ട് കട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഉച്ചന്തലയിൽ എന്ന് വെച്ചാൽ ഉച്ചി എന്ന് പറഞ്ഞാൽ അറിയാലോ, മണ്ടയിൽ ഒരുപാട് ബേബി ഹെയർസ് വരും. അപ്പോൾ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എങ്ങനെയും കുറേ ബേബി ഹെയർസ് വരുത്തുക, ഹെയർ ഫോൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. ഇത് രണ്ടും ആയിരിക്കണം നമ്മുടെ ഹെയർ കെയർ ചെയ്യുമ്പോൾ ഉള്ള ലക്ഷ്യം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് കെട്ടി വെക്കുക. ഒരു അരമണിക്കൂർ ടു 3/4 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക. 3/4 മണിക്കൂർ കഴിഞ്ഞാൽ വെറും വെള്ളമായിട്ട് നിങ്ങൾ മുടി കഴുകി കളഞ്ഞാൽ മതി. അല്ലാണ്ട് വേറെ ഷാമ്പു ഒന്നും ഇടണ്ട. ഈ ഹെയർ പാക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ള രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ ഹെയർ പാക്ക് തന്നെ ഇട്ടാൽ മതി. നമ്മുടെ ചാലഞ്ച് അല്ല ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇടുക. ഉറപ്പായിട്ട് അങ്ങനെ തന്നെ ഇടണം. അങ്ങനെ നിങ്ങളുടെ വെക്കേഷൻ തീരുന്നവരെ ഇത് ഇട്ടുകൊണ്ടിരിക്കുക. 3-ാമത്തെ ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ആ വ്യത്യാസം മനസ്സിലാവും. മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറും. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് റിസൾട്ട് പറയൂ. ഇത് ഞാൻ മുടി ചെയ്തതിന് ശേഷം ഹെയർ പാക്ക് ഇട്ടതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ടാണ്. മുടി ഉണങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഡേ ഉള്ള റിസൾട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കുക. ചാലഞ്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ഹെയർ പാക്കുകളും കാര്യങ്ങളും ഇട്ടാൽ മതി. അതും മുടി തിക്നെസ് വെക്കാനുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ ചാലഞ്ചായിട്ട് ഫോളോ താല്പര്യം ഇല്ലാത്ത ഒരുപാട് പേര് കാണുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും ആണുങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഹെയർ പാക്ക് ഇടാൻ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ഈ ഹെയർ പാക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ഹെയർ പാക്കൊക്കെ ഇട്ട് തുടങ്ങുന്ന പ്രായത്തിലേ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇട്ടാൽ അടിപൊളിയായിട്ട് കുഞ്ഞിലേ തിങ്ങി ഞെരുങ്ങി അങ്ങ് മുടി വളർന്നോളും. പിന്നെ വലുതാകുമ്പോൾ അങ്ങ് കെയർ ചെയ്ത് പോയാൽ മതി. ഒരുപാട് വലുതായതിനു ശേഷം പിന്നെ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം കുഞ്ഞിലെ ഒരു ഹെയർ കെയർ കൊടുത്ത് വളർന്നാൽ മതി. ഈ ഒരു ഹെയർ പാക്ക് പ്രത്യേകിച്ച് ഉള്ളിയും കരിഞ്ചിരിയും മുടി ഞെരുക്കം വയ്ക്കാൻ അൾട്ടിമേറ്റ്ലി സൂപ്പറാണ്. അതിനപ്പുറം വേറൊരു സാധനം ഇല്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ കൂടെ മുരിങ്ങയില ചേർക്കുമ്പോഴത്തേനും നമുക്ക് മുടി കൊച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.